രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ. അതിജീവിതയെ തിരിച്ചറിയും വിധം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു എന്ന പരാതിയിലാണ് നടപടി. രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു. കെപിസിസി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസ്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കും സനിസ ശോഭാചന്ദ്രനും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിലിലേക്കാണ്. സുനിൽ, അല്പം മുമ്പ് വന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അറിയുന്നു കൂടുതൽ പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന്. ആർക്കെതിരെയാണ് ഈ അതിജീവിത പരാതി നൽകിയത്? വൈകിട്ട് 5 മണിയോടെയാണ് തിരുവനന്തപുരം പൗടിക്കോണത്തെ വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം തിരുവനന്തപുരം എയർ ക്യാമ്പിലെത്തിച്ചു. അവിടെ വെച്ച് ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ഭാര്യയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് രാഹുലിനെ അനുഗമിച്ചിരുന്നു. അതിനുശേഷം അവർ അല്പസമയം മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അവരോട് സ്റ്റേഷനിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ സൈബർ അധിക്ഷേപം നടത്തി എന്ന അതിജീവിതയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 1-ാം പ്രതിയായി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെയാണ്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന കേസിൽ കെപിസിസി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ 4-ാം പ്രതിയായിട്ടാണ് സന്ദീപ് വാര്യരെ പ്രതി ചേർത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ 5-ാം പ്രതിയാണ്. 1-ാം പ്രതി രഞ്ജിത പുളിക്കൽ, 2-ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്. രഞ്ജിത ജോസഫ് പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. 3-ാം പ്രതിയാണ് ദീപ ജോസഫ്. ഇവർക്കെതിരെ IT ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകൾ, BNS അനുസരിച്ചുള്ള വകുപ്പുകൾ ഒക്കെ ചുമത്തിയിരിക്കുന്നു. IT ആക്ടിലെ 4366, BNS 7279, BNS 72/79, 351(1), 351(2), ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് S 4366 തുടങ്ങിയ വകുപ്പുകളാണ് ഈ 5 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ സന്ദീപ് വാര്യർ അടക്കം 5 പേർക്കെതിരെയാണ് കേസ്. ആ കേസിലെ 5-ാം പ്രതിയായിട്ടാണ് രാഹുൽ ഈശ്വർ ഉള്ളത്. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡിയാണ് അല്പസമയം മുമ്പ് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ മറ്റ് സന്ദീപ് വാര്യർ ഉൾപ്പെടെ, ദീപ ജോസഫ് ഉൾപ്പെടെ, ഒപ്പം മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ അടക്കമുള്ളവർക്കെതിരെ അവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. 5-ാം പ്രതിയായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5-ാം പ്രതിയായി രേഖപ്പെടുത്തിയിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിജീവിത DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസിലേക്ക് പോയിരിക്കുന്നത്. അതിൽ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ നിരന്തരമായ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു, തന്റെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള വീഡിയോകളും പ്രചാരണങ്ങളും പോസ്റ്റുകളും ചെയ്യുന്നു. അതനുസരിച്ച് അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയത്. ആ പരാതി DGP സൈബർ വിങ്ങിന് കൈമാറുന്നു. സൈബർ വിങ് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു പ്രതിപട്ടിക തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 12 വീഡിയോകളാണ് നിലവിൽ രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിക്കെതിരെ ചെയ്തു എന്ന് പറയുന്നത്. ഈ പരാതിക്കൊപ്പം ഈ വീഡിയോയുടെ ലിങ്കുകൾ, വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ളവയായിരുന്നു പെൺകുട്ടി DGPക്ക് നൽകിയത്. അത് സൈബർ പോലീസ് വളരെ വിശദമായി പരിശോധിച്ചു. മാത്രമല്ല പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ 5 മണിയോടുകൂടി വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് പോകുമോ എന്ന് അറിയേണ്ടത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്ന് രാഹുലിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാത്രമല്ല ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ രാഹുലിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലും സൈബർ ടീമിന്റെ പരിശോധന അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കാരണം ചില ലാപ്ടോപ്പുകൾ അടക്കമുള്ളവ അവിടെ ഓഫീസിലാണ് ഉള്ളതെന്നാണ് രാഹുൽ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല രാഹുലിന്റെ വീഡിയോകളൊക്കെ ഈ ഓഫീസിൽ വെച്ചാണ് വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കൂടി അല്പസമയത്തിനുള്ളിൽ പരിശോധന ഉണ്ടാകുമെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.